சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட சி. ஜோசப் விஜய் எனும் நான் சட்ட முறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் கொண்டிருப்பேன் என்றும் സെന്റിമെന്റ്സും ഫീൽ ഗുഡ് സീനുകളും നിറഞ്ഞ ഒരു ഫാമിലി എന്റർടൈനർ പോലെയായിരുന്നു ഇന്ന് തമിഴ്നാട് രാഷ്ട്രീയം. ഉദയനിധി സ്റ്റാലിൻ എന്നും ഞാൻ ചട്ടമുറപ്പടി നിறுவப்பெற்றுள்ள ഇന്ത്യ அரசமைப்பு சட்டத்தில் ഉണ്മயான നമ്പിക്കയും പற்றுറുതിയും കൊണ്ടിരുപ്പേൻ என்றுം വിജയ് നടനായിരുന്ന കാലം അത്രയും ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ രാജേന്ദ്രന്റെ മകൻ ശബരിനാഥൻ വിജയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഉള്ളു കുളിർപ്പിക്കുന്ന കാഴ്ചയും തമിഴ്നാട് നിയമസഭയിൽ ഇന്ന് കണ്ടു. ഇന്ത്യ அரசியலமைப்பு சட்டத்தில் ഉണ്മയും നമ്പിക്കയും പற்றுറുതിയും കൊണ്ടിരിപ്പേൻ என்றுം വിരുകമ്പാക്കത്ത് നിന്ന് ജയിച്ച ശബരി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഒപ്പിടും മുൻപ് വിജയ്ക്ക് നേരെ നോക്കി അനുവാദം തേടുന്നതും കണ്ടു. കടവുൾ അറിയ ഉറുതി കൂറുകിன்றேன். അണ്ണാ DMK MLA കെ മോഹൻ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ജയലളിതയെ ഓർത്ത് കരഞ്ഞതും സഭയിലെ കാഴ്ചയായി. നിലനിർത്തുവേൻ എന്ന് കടവുൾ അറിയ ഉറുതി കൂറുകിன்றேன். മാண்பு புரட்சி தலைவி அம்மா முதல்ல வந்திருக்கிற വിജയ് മന്ത്രിസഭയിലെ മന്ത്രി കൂടിയായ എസ് കീർത്തന ഇലക്ഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ മറന്നതുകൊണ്ട് വീട്ടിൽ പോയി വന്ന് വീണ്ടും സത്യപ്രതിജ്ഞയ്ക്ക് ഹാജരാകേണ്ടി വന്നു. சா கீர்த்தனா என்னும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിനെയും പ്രതിപക്ഷ നേതാവും മകനുമായ ഉദയനിധിയെയും വീട്ടിൽ ചെന്ന് കണ്ടു വിജയ്. പിന്നാലെ MDMK നേതാവ് വൈക്കോ, VCK നേതാവ് തിരുമാളവൻ എന്നിവരെയും നേരിൽ കണ്ടു. മറ്റന്നാളാണ് സഭയിൽ വിജയ് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്. AIADMKയിലെ പിളർപ്പ് വിജയ്ക്ക് അനുകൂലമായ വോട്ടാകാൻ സാധ്യതയുണ്ട്. SP വേലുമണി വിഭാഗവും എടപ്പാടി പളനിസ്വാമി വിഭാഗവും നിയമസഭാ സെക്രട്ടറിക്ക് വ്യത്യസ്തമായി കത്ത് നൽകിയിരിക്കുന്നു. 47 MLA-മാരാണ് അണ്ണാ DMKക്ക് നിലവിലുള്ളത്. ഇതിൽ 30 പേരുടെ പിന്തുണ SP വേലുമണി വിഭാഗത്തിനാണ്. ഈ വിഭാഗം TVKയെ പിന്തുണയ്ക്കുമെന്ന് നേരത്തെ മുതൽ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. വിശ്വാസ വോട്ടെടുപ്പിൽ TVKയ്ക്ക് ഈ MLA-മാരുടെ പിന്തുണ ലഭിക്കുമെന്നുള്ള വിവരമാണ് നിലവിൽ ലഭിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.